കോട്ടയം നഗരസഭയിൽ 211 കോടി രൂപ കാണാതായ സംഭവത്തിൽ ബി.ജെ.പി. പ്രക്ഷോഭത്തിലേക്ക്. അഴിമതിക്കാരെ പിടികൂടാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് ബി.ജെ.പി. ആരോപിച്ചു. ഇന്ന് നഗരസഭയിലേക്ക് ബി.ജെ.പി. പ്രതിഷേധ മാർച്ച് നടത്തും. തുടരെ പുറത്തുവരുന്ന കോടികളുടെ അഴിമതി കഥകൾ. മാസങ്ങൾക്ക് മുൻപ് പെൻഷൻ ഫണ്ട് തട്ടിപ്പ്. ഇപ്പോഴിതാ ചെക്ക് മുഖേന നഗരസഭയുടെ ബാങ്ക് അക്കൗണ്ടിലെത്തേണ്ട 211 കോടി രൂപ കാണാനില്ലെന്ന അഴിമതി. കോട്ടയം നഗരസഭയിൽ അരങ്ങേറുന്നത് ആരെയും ഞെട്ടിക്കുന്ന തട്ടിപ്പാണെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ പറയുന്നു. നഗരസഭാ ഭരണം കുത്തഴിഞ്ഞ നിലയിലാണ്. പെൻഷൻ തട്ടിപ്പ് സമയത്ത് തന്നെ ബി.ജെ.പി. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. തട്ടിപ്പുകാരെ കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണം വേണം. ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റാഫ് പെൻഷൻ തുക മാറ്റിയതുമായി ബന്ധപ്പെട്ട് കോട്ടയം നഗരസഭയിൽ നിരവധി വിഷയങ്ങളുണ്ടായി. പക്ഷേ അന്ന് തന്നെ ബി.ജെ.പി. ആവശ്യപ്പെട്ടിരുന്നു സമഗ്രമായ ഒരു വിജിലൻസ് അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേണമെന്ന് പറഞ്ഞിട്ട്. അത് വിജിലൻസിന് ആ കേസ് കൈമാറാൻ വേണ്ടിയിട്ട് ഇത്രയും കാലതാമസം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇത്ര വലിയ അഴിമതി ഉണ്ടാകുമ്പോഴും യാതൊരു നടപടിക്രമങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേവലം കണക്കുകൾ പുറത്തു വരുന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ കുറ്റക്കാരെ കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടാവുന്നില്ല. ഇതിനെതിരായ ശക്തമായ പ്രതിഷേധം അന്നും ബി.ജെ.പി. ഉന്നയിച്ചിരുന്നു. ഇനിയും ബി.ജെ.പി. ശക്തമായ പ്രതിഷേധവുമായി കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോടികളുടെ ക്ഷേമ പെൻഷൻ തിരിമറി നടത്തിയ ക്ലർക്കിനെ മാസങ്ങൾ കഴിഞ്ഞിട്ടും പിടികൂടാനായിട്ടില്ല. ഇതിന് പിന്നാലെയാണ് പുതിയ ആരോപണം. ഇത്രയും വലിയ തുക കാണാതായിട്ടും സർക്കാർ ഇതിനെ ലാഘവത്തോടെയാണ് കാണുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നഗരസഭയിലേക്ക് ബി.ജെ.പി. ഇന്ന് മാർച്ച് നടത്തും. ജനം, കോട്ടയം.